ഗൈസ് പറഞ്ഞ കൺഫ്യൂസിങ് സൈക്കിൾ, അതായത് കാണുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നു ഇത് ഓടിക്കുന്നത്, പക്ഷെ ആ ഹാൻഡിൽ ഇരിക്കുന്ന രീതി നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നേരെ ഓടിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. റൈറ്റിലേക്ക് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്കായിരിക്കും പോവുക, ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ റൈറ്റിലേക്കായിരിക്കും പോവുക. അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂസിങ് രീതിയിലാണ് അത് ഇരിക്കുന്നത്. ഇതിനാണ് കുമാർ സാറിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ 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 കണ്ടോ, എന്റെ അമ്മ, അടിപൊളി അടിപൊളി സാർ. ഇത്രയും തലതിരിഞ്ഞൊരു ബുദ്ധി എങ്ങനെയാ സാറിന് തോന്നി, അതാദ്യം അറിയട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം വ്യത്യാസമായിട്ട് ചെയ്യുക, അതിലൊരു സാധിക്കണം എന്നുള്ള ഒരു ഫയർ ഉള്ളിലുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇതുപോലൊരു സൈക്കിള് ചവിട്ടാനായിട്ട് ഒരു പ്രചോദനം കിട്ടിയത്. അല്ല, ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് സൈക്കിൾ കിട്ടുമോ, അല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇത് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടതാണ്. ഈ സൈക്കിളിന്റെ പേര് ബാക്ക്വേർഡ് ബ്രെയിൻ സൈക്കിളാണ്. അപ്പോൾ സാധാരണ സൈക്കിൾ എന്ന് വെച്ചാൽ ഹാൻഡിലെ വലത് സൈഡിൽ തിരിക്കുമ്പോൾ വീൽ വലത്തോട്ട് പോവും, ഇടത് സൈഡിലേക്ക് ഹാൻഡിൽ തിരിക്കുമ്പോൾ ഇടത് സൈഡിലേക്ക് പോകും. പക്ഷെ ഈ സൈക്കിൾ ഹാൻഡിലെ വലത് സൈഡ് തിരിച്ചാൽ വീൽ ഇടത് സൈഡ് പോവും, ഹാൻഡിലെ ഇടത് സൈഡ് തിരിച്ചാൽ വീല് വലത് സൈഡിലേക്ക് പോകും, മാറിപ്പോകുന്നതാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇടത് സൈഡിലേക്ക് തിരിക്കുകയാണ്, വീൽ വലത് സൈഡിലാണ് പോകുന്നത്. ഹാൻഡിൽ വലത് സൈഡിലേക്ക് തിരിക്കുകയാണ്, വീൽ ഇടത് സൈഡാണ് പോകുന്നത്. അല്ല, അപ്പൊ നമ്മുടെ ആ ബ്രെയിൻ എക്സസൈസിലെ ബാക്ക്വേർഡ് വാക്കിംഗ്, അതിന്റെ ഒരു സൈക്കിൾ ഫോം ആണോ ഇത്? യെസ്. നമ്മുടെ റൈറ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിനും ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിനും ഈക്വലി സ്റ്റിമുലേറ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീവിദ്യക്ക് ഇത് പറ്റത്തില്ല, ബ്രെയിനില്ലല്ലോ. മൈൻഡ് കൺട്രോളും വേണം, അതേസമയം ബോഡി ബാലൻസിംഗും വേണം. ഈ ഇതിന്റെ ഗിന്നസ് കിട്ടിയതെന്ന് വെച്ചാല് ഇതേ സൈക്കിളിൽ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യം പോലും കാല് കുത്താതെ 7.98 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്താണ് എനിക്ക് ഗിന്നസ് ബുക്കിൽ. അത് ഈ തിരക്കുള്ള റോഡിൽ തന്നെയാണ് ഇത് ഡ്രൈവ് ചെയ്തേക്കണത്. ഇത് വെല്ലോഡ്രാമിലാണ് ചെയ്തത്, സൈക്ലിംഗ് ചെയ്ത് LNCP കാര്യവട്ടം വെല്ലോഡ്രാമിലാണ്, റൗണ്ട് ഇതിലാണ് ചെയ്തത്. എത്ര വർഷം എടുത്തു ഇതിങ്ങനെ ഈ പ്രാക്ടീസ് ചെയ്ത് ഇതിലേക്ക് എത്താൻ? ഞാനൊരു 2-3 മന്ത്സിൽ ഒക്കെ ആവാൻ പറ്റി. അത് ആർക്കും അങ്ങനെ പറ്റുമോ, അതോ ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ടാവണോ, അതോ ആദ്യം ബ്രെയിൻ ഉണ്ടാവണം? ആർക്കും പറ്റും, പക്ഷെ ഒരേ ഒരു കോംപ്ലിക്കേഷനേ ഉള്ളൂ. ഈ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ സൈക്കിളിൽ നിന്ന് താഴെ വീഴും. ഇപ്പൊ ബോഡിക്ക് അത് ബാലൻസ്. സാറിന് നോർമൽ സൈക്കിൾ ഓടിക്കാൻ പറ്റും? ഞാൻ നോർമൽ സൈക്കിൾ ഓടിക്കും, ബൈക്ക് ഓടിക്കും, ഈ സൈക്കിളും ഓടിക്കും. ആൻഡ് ലോകത്തെ ആദ്യത്തെ സൈക്കിൾ പെന്നി പാർട്ടിങ് ബിഗ് ഫ്രണ്ട് വീൽ അതും ഓടിക്കും, അതും എന്റെ കയ്യിലുണ്ട്. 1870 മോഡൽ. അതിലെന്താ വ്യത്യാസം? അതിൽ വലിയ ഫ്രണ്ട് വീലാണ്, സീറ്റ് ഇരിക്കുന്നത് ഫ്രണ്ട് വീലിന്റെ മേലാണ്. സോ ബാക്ക് വീൽ എന്നുള്ളത് ഡമ്മി വീലാണ്. അപ്പൊ ബ്രേക്ക് സഡൻ ആയിട്ട് അപ്ലൈ ചെയ്താൽ ഈ ബാക്ക് വീൽ അപ്സൈഡ് ഡൗൺ ആവും. അതിനുശേഷം എഞ്ചിനീയറിംഗ് റിസർച്ച് പറഞ്ഞത് 2 വീലും സൈക്കിളിന്റെ ഈക്വൽ സൈസിലിരിക്കണം. അങ്ങനെയാണ് ഈക്വൽ സൈസിലുള്ള സൈക്കിൾ വന്നത്. അതിനുശേഷം മോട്ടോർ കണക്ട് ചെയ്താണ് ബൈക്ക് കണ്ടുപിടിച്ചത്. അതാണ് അതിന്റെ ഒരു ഗൈസ്, നമ്മുടെ ഈ ഫ്ലോറിൽ ഇപ്പൊ 2 പേർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്ന് നമ്മുടെ ശ്വേത ചേച്ചിയാണ്, ഗേൾസിന്റെ അഭിമാനമായ ശ്വേത മേനോൻ. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ബ്രെയിൻ റെഡി ആണെങ്കിൽ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിനിനെ സ്വാഗതം ചെയ്യാണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ അഭിമാനമായ അഖിൽ കവലിയൂർ. എന്റെ മുട്ടിന്റെ ചിരട്ട ഇവിടെ ഇരിക്കുന്ന ഒട്ടും പിടിക്കണില്ല. വാ, ഇനി ചിരട്ട ഇവിടെ നമുക്ക് ചുരുട്ടാം. നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ കണ്ടോ ഞങ്ങളുടെ ലേഡി വരുന്നത്, ലേഡി സൂപ്പർ സ്റ്റാർ. വെൽക്കം വെൽക്കം വെൽക്കം. പ്ലീസ് ടു ദ ഓണർ പ്ലീസ്. വെൽക്കം. ചേച്ചി ഒരു മിനിറ്റ്, ആദ്യം ഒരു കാര്യം പറയട്ടെ, ആവേശം കുറയ്ക്കൂ. അതായത് ഇത് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായി. ബൈ ചേച്ചി. ചേച്ചി പോളിടെക്നിക് പഠിച്ചിട്ടുള്ള യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമത. പ്രിയ സുഹൃത്തുക്കളെ, ശ്വേത ചേച്ചി അതാ ബ്രെയിൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ലെഫ്റ്റ് റൈറ്റ് നടന്നു നോക്കാണ്. ഇല്ല, അത് അങ്ങനെയാണ്. ഡോണ്ട് വരി. ആദ്യം ഒരു ബാലൻസ് വേണം. അത് കഴിഞ്ഞാൽ ചേച്ചി പുഷ്പം പോലെ ഇവിടെ പറക്കുന്ന കാണാൻ പറ്റും. ശ്വേത ചേച്ചി, come on. ഹലോ, ഈ വഴി. ചേച്ചി വൈറ്റിലല്ല, ചേച്ചിക്ക് ആക്ച്വലി ഈ വഴി വരണം എന്നാണ് ആഗ്രഹം. സൈക്കിൾ സമ്മതിക്കുന്നില്ല. ചില ചേച്ചിമാരെ ആക്റ്റീവ് കൊണ്ട് റോട്ടി ഇറക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഒന്ന് കേൾക്കാം. പറഞ്ഞോ ചേച്ചി. നല്ല കോൺസെൻട്രേഷൻ വേണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്മൂത്ത് ആയ റൈഡ് അല്ല. ബിക്കോസ് ഐ തിങ്ക് ബ്രെയിൻ കോൺസെൻട്രേഷൻ, റൈറ്റ് ലെഫ്റ്റ് എപ്പോഴും ആ ഒരു കാൽക്കുലേഷൻ വേണം. സോ കിളിയുണ്ടല്ലോ അല്ലേ? കിളിയുണ്ട്. ഇനി അടുത്തത് നമ്മുടെ അഖിൽ കവലിയൂർ. നമ്മുടെ ലാലേട്ടൻ മറ്റേ സർക്കസ് പടത്തിലുണ്ടല്ലോ, ഇപ്പൊ കാണാം. ഇതെന്താ കാണിക്കണ? ഹലോ,
ബ്രെയിനിലല്ല കാര്യം, ഇതിലാണ് കാര്യം, ശ്രദ്ധയിലാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതാ അഖിൽ കവലിയൂർ ചവിട്ടുകയാണ്. നേരെയുള്ളത് സക്സസ് ആകുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. ഏകദേശം അതാ ഒരു റൗണ്ടെങ്കിലും ആ വീല് കറങ്ങുമോ ഇല്ലയോ? ആ ആ ആ എവിടെ പഠിക്കാണല്ലോ പഠിക്കാം. അതിനൊരു കുറവ് Good try, good try. കൊള്ളാം. പറ്റും. എനിക്ക് തോന്നുന്നില്ല. ബാബാ ഒരു രക്ഷയില്ല, ഇത് തനിയെ തന്നെ തിരിയുന്നു. അത് തനിയെ തിരിയുന്നതല്ല, ചേട്ടൻ വിറക്കണതാ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ തലയിൽ തലച്ചോറല്ല കിഡ്നി ഉള്ള ആ കൂട്ടുകാരനെ എനിക്ക് മെൻഷൻ ചെയ്യാൻ കിട്ടി ഗൈസ്. അയ്യേ, മെൻഷൻ ചെയ്യാൻ കിട്ടി. അല്ല ഇതറിയാമോ, ഇതേ കറക്റ്റ് മറ്റേ ബെയറിംഗ് ഉള്ള സാധനം. ഇത് നമ്മൾ ചവിട്ടുമ്പോൾ കറക്റ്റ് ഫ്ലിപ്പായി പോകുന്നു. ഭയങ്കര ഇത് വേണം കേട്ടോ. താങ്ക് യു, എന്റെ പൊന്നു മച്ചാനെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഉഗ്രം കേട്ടോ, പറ്റൂല. ഞാൻ ഭേദല്ലേ സർ? Really, 100%. You did ഒരു നല്ല good job. Good job. കാര്യം.